Alhamdulillah. Alhamdulillah Rabbil Alameen. Wal aqibatu lil muttaqeen. Wala udwana illa ala al-zalimin. Allahumma salli ala Muhammadin wa ala ali Muhammad. In uridu illa al-islah mastata'tu ma tawfiqi illa billah. Alayhi tawakkaltu wa ilayhi unib. Rabbi shrah li sadri wa yassir li amri wa hlul 'uqdatam min lisani yafqahu qawli. Assalamu alaikum wa rahmatullahi wa barakatuh. സഹോദരങ്ങളെ, ആത്മവിമലീകരണത്തിൻ്റെ പുണ്യങ്ങളുടെ പൂക്കാലമായ ആധ്യാത്മികതയുടെ വസന്തകാലമായ ധർമ്മേച്ഛുക്കൾക്ക്, നന്മേച്ഛുക്കൾക്ക് ആഹ്ലാദം സകല സീമകളും വിട്ട് അലതല്ലുന്ന വിശുദ്ധമാസമായ പുണ്യ റമദാൻ സമാഗതമായി. റമദാൻ സമാഗതമാകുവാൻ വേണ്ടി 2 മാസം മുമ്പേ വിശ്വാസി ഒരുങ്ങിക്കൊണ്ടിരിക്കുമെന്നാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു പ്രാർത്ഥനയുണ്ട്. അത് റജബ് മാസം അഥവാ അറബി മാസത്തിൽ റമദാനിന് തൊട്ടു മുന്നത്തെ മാസത്തിന്റെ മുന്നത്തെ മാസത്തെ അഥവാ റമദാനിന് മുമ്പുള്ള 2 മാസം മുമ്പ് മുതലേ പ്രവാചകൻ ഇങ്ങനെ പ്രാർത്ഥിക്കും: അല്ലാഹുമ്മ ബാരിക് ലനാ ഫി റജബ വ ശഅബാന വ ബല്ലിഗ്നാ റമദാൻ. റജബും ശഅബാനും ഈ 2 മാസങ്ങളിലും പടച്ചവനെ നീ ഞങ്ങൾ അനുഗ്രഹിക്കണമേ. ഒപ്പം റമദാൻ എത്തുന്നതിന് മുമ്പ് നീ ഞങ്ങൾ ആരെയും മരിപ്പിച്ചു കളയരുത്. എന്തിനാ അങ്ങനെ പ്രാർത്ഥിക്കുന്നത്? സത്യവിശ്വാസി, ദൈവവിശ്വാസി, അവൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം സ്വർഗം ലഭിക്കണം എന്നാണ്. സ്വർഗം ലഭിക്കാൻ പക്ഷേ അത്ര എളുപ്പമല്ല. അം ഹസിബത്തും അൻ തദ്ഖുലുൽ ജന്ന വലമ്മ യഅതികും മസലുൽ ലദീന ഖലൂ മിൻ ഖബ്ലികും മസ്സത്തുഹുമുൽ ബഅസാഉ വദ്ദറാഉ വസുൽസിലു ഹത്താ യഖൂല റസൂൽ വല്ലദീന ആമനു മഅ മതാ നസ്റുല്ലാഹ് അലാ ഇന്ന നസ്റുല്ലാഹി ഖരീബ്. സൂറ അൽ ബഖറയിലെ ഒരു വാക്യമാണ് ഞാൻ ഉച്ചരിച്ചത്. അവർ വിചാരിക്കുന്നുണ്ടോ വളരെ എളുപ്പത്തിൽ സ്വർഗം ലഭിക്കുമെന്ന്? അവർക്ക് മുമ്പ് കഴിഞ്ഞുപോയ ആളുകൾ, സദ്വൃത്തരായിട്ടുള്ള മനുഷ്യർ, ധർമ്മനിഷ്ഠ പാലിച്ച ആളുകൾ എന്തെല്ലാം കഷ്ടപ്പാടുകൾ അനുഭവിച്ചു. അവർ വേദനയ്ക്കുമേൽ വേദന സഹിച്ചുകൊണ്ട് ധർമ്മമാർഗത്തിൽ പണിയെടുത്തു. ഇനിയും പടച്ചവന്റെ സഹായം വരുന്നില്ലേ എന്ന് ചോദിക്കുന്ന അത്രമാത്രം അവർ വിറപ്പിക്കപ്പെട്ടു. ഇങ്ങനെയൊക്കെ മുൻഗാമികൾ പണിയെടുത്തിട്ടാണ് അവർക്ക് സ്വർഗം ലഭിച്ചത്. ഇതൊന്നുമില്ലാതെ നിങ്ങൾക്ക് വളരെ ഈസിയായി സ്വർഗം ലഭിക്കുമെന്നെങ്ങാനും വിചാരമുണ്ടോ എന്ന് ഖുർആൻ ചോദിക്കുന്നുണ്ട്. സത്യവിശ്വാസിയുടെ വലിയ സ്വപ്നമാണ് സ്വർഗം. സ്വർഗം കിട്ടണമെങ്കിൽ കുറച്ച് കഷ്ടപ്പെടണം. ആ കഷ്ടപ്പെടാനുള്ളൊരു മാസമാണ് വരുന്നത്. അത് വരണം എന്ന് ആഗ്രഹിക്കുകയാണ്. ഇതിൽ പെട്ടുകഴിഞ്ഞു. ഒരു ദിവസം ലഭിച്ചാൽ മതി. ഒരു ദിവസം പട്ടിണി കിടക്കുക, ഒരു ദിവസം ദാഹവും വിശപ്പൊക്കെ സഹിക്കുക. എന്തിനു വേണ്ടി? പടച്ചവനിലേക്ക് അടുക്കാൻ. എന്തിനാ പടച്ചവനിലേക്ക് അടുക്കാൻ പട്ടിണി കിടക്കുന്നത്? ഈ വയറ് നിറയുമ്പോഴാണ് പടച്ചവനെ മറക്കുക. സമൃദ്ധിയാണ് ഈശ്വരനെ മറക്കാനുള്ള അടിസ്ഥാന കാരണം. പട്ടിണി കിടക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ പ്രയാസവും വേദനയും അസ്വസ്ഥതയും ദാഹവും പശിയും ഒക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ മെല്ലെ മെല്ലെ അങ്ങനെ ഓർക്കും, ഞാൻ ഇത്ര നിസ്സാരനാണല്ലേ, ഞാൻ ഡിപ്പെൻഡഡ് ആണല്ലേ, ഞാൻ വിശപ്പും ദാഹവും മാറ്റാൻ വിഭവങ്ങൾ ആവശ്യമുള്ളവനാണല്ലേ, ഈശ്വരൻ മാത്രമാണ് അന്നം കഴിക്കാത്ത ശക്തി, പടച്ചവൻ മാത്രമാണ് ദാഹം ഇല്ലാത്ത ശക്തി, ഞാൻ സൃഷ്ടി മാത്രം.
അപ്പോൾ അവൻ്റെ ഉള്ളിൽ വിനയം വരികയായി. അപ്പോൾ അവൻ സത് സ്വഭാവിയായി മാറുകയായി. അങ്ങനെ സംഭവിക്കുമ്പോൾ അവൻ മെല്ലെ 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 അവൻ്റെ ആധ്യാത്മികതയെ പരിപോഷിപ്പിച്ച് അവൻ സ്വർഗത്തിലേക്ക് പ്രവേശിക്കും. സർവശക്തൻ ജഗന്നിയന്താവ് എല്ലാവർക്കും സ്വർഗമാകുന്ന സ്വപ്നഭൂമി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.